പഴയ കാലത്ത് തിരുവിതാംകൂറിൻ്റെയൊക്കെ ഭാഗമായിരുന്ന എന്നാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃക്രമീകരിച്ചപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തപ്പെട്ട കന്യാകുമാരി മേഖലയിലെ ഒരു ഗ്രാമമേഖലയാണ് ചിതറാൽ എന്നത്. ഈ ചിതറാൽ ഗ്രാമത്തിലെത്തുന്ന ഏതൊരാളും ചിതറാൽ മല കയറിയിട്ടുണ്ടാവും. അതിനു മുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ആ നാട്ടുകാർ മലൈക്കോവിൽ എന്നൊക്കെ വിളിക്കുന്ന തിരുച്ചാരണത്ത് ഭഗവതി ക്ഷേത്രമാണ്. എന്നാൽ ഇവിടെ വലിയൊരു ചരിത്രം കൂടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പാറയിൽ കൊത്തിയ ധ്യാനനിരതനായ തീർത്ഥങ്കരൻ്റെ വിവിധ രൂപങ്ങളും ഒട്ടേറെ സന്യാസി രൂപങ്ങളുമൊക്കെയായി ഒരു ജൈന ക്ഷേത്രത്തിൻ്റെയും കൂടി അടയാളങ്ങൾ ഈ ക്ഷേത്രം നമുക്ക് നൽകും. പാർശ്വനാഥൻ്റെയും മഹാവീരൻ്റെയും മറ്റ് തീർത്ഥങ്കരന്മാരുടെയും പത്മാവതി ദേവിയുടെയും ഒക്കെ പ്രതിമകൾ ഒരു വലിയ ചരിത്രത്തെ ഇന്നും വിളിച്ചു പറയുന്നുണ്ട്. ഒരു കാലത്ത് പല ദേശങ്ങളിൽ നിന്ന് പോലും തീർത്ഥാടകരെ ആകർഷിച്ചിരുന്ന ഈ മേഖല ചരിത്ര വഴികളിൽ ജൈനമതം പോലെ തന്നെ അപ്രസക്തമാവുകയുണ്ടായി. അപ്രകാരം ഒരു കാലത്ത് കേരളത്തിൽ നിർണായകമായി ഉണ്ടായിരുന്ന ജൈനമതത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. കേരളത്തിൻ്റെ ചരിത്രം എന്നത് പല മതങ്ങളുടെയും സംഗമസ്ഥാനം എന്ന നിലയിൽ കൂടിയാണല്ലോ. വൈദേശിക മതങ്ങൾ കേരളത്തിലേക്ക് കടന്നു വന്നതുപോലെ തന്നെ ഭാരതീയമായ ബുദ്ധജൈന മതങ്ങളും കേരളത്തിൽ അതിവേഗം വികാസം പ്രാപിക്കുകയുണ്ടായി. അപ്രകാരം ജൈനമതം കേരളത്തിലേക്ക് ക്രിസ്തുവിൻ്റെ കാലത്തിനു മുന്നേ തന്നെ കടന്നു വന്നതായി പറയുന്നുണ്ട്. എന്നാൽ ആദ്യകാലത്ത് കേരളത്തിൽ വന്നെത്തിയ ജൈനമതക്കാർ മതം പ്രചരിപ്പിക്കുക എന്ന ആശയത്തെ മുറുകെ പിടിച്ചവരായിരുന്നില്ല. പകരം ശാന്തി കണ്ടെത്തുക അല്ലെങ്കിൽ സമാധാനപൂർവ്വം ധ്യാനം നടത്തുക എന്ന ലക്ഷ്യങ്ങളുമായി വനപ്രദേശമേറെയുള്ള നദികളാൽ നിറഞ്ഞ കേരളത്തിൻ്റെ ദേശങ്ങൾ ലക്ഷ്യമാക്കി വന്നവരാണ്. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ച, അതായത് മൗര്യ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ ഈ നാട്ടിൽ ഒരു വലിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ നീണ്ട ഭരണകാലം എന്നത് മുഴുവനും യുദ്ധങ്ങളുടെയും ദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിൻ്റെയും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ ഇങ്ങ് മൈസൂർ വരെയും നെല്ലൂർ വരെയുമൊക്കെ നീണ്ടു നിന്നിരുന്നു എന്നതാണ് ചരിത്രം. എന്നാൽ നീണ്ട ഭരണകാലത്തിനപ്പുറം അദ്ദേഹം സിംഹാസനമൊക്കെ വെടിഞ്ഞ് ഭദ്രബാഹു എന്ന ജൈന സന്യാസിയോടൊപ്പം മൈസൂരിലെ ശ്രാവണബൽഗോളയിൽ വന്നതായി ജൈന എഴുത്തുകൾ പറയുന്നുണ്ട്. ചന്ദ്രഗുപ്തനും ഭദ്രബാഹുവും ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് ദക്ഷിണേന്ത്യയിലേക്കും ജൈനമതം പ്രചരിച്ചു എന്നതാണ് പൊതുവെ പറയുന്ന കാര്യം. ചന്ദ്രഗുപ്ത മൗര്യൻ മൈസൂർ മേഖല വരെ മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശാന്തമായ ധ്യാനം സ്ഥലം തേടിക്കൊണ്ട് തെക്കേ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും പല പ്രധാനപ്പെട്ട പ്രദേശങ്ങളും സന്ദർശിക്കുകയുമുണ്ടായി. അപ്പോഴും ജൈനമതത്തിലേക്ക് ആളെ ചേർക്കുക എന്ന ലക്ഷ്യമൊന്നും ഏതായാലും ഈ അനുയായികൾക്ക് ഉണ്ടായിരുന്നില്ല. ധ്യാനത്തിനും മറ്റുമായി ശാന്തമായ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക എന്നതായിരുന്നു ആത്യന്തികമായ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയാം. അപ്രകാരം ജൈനമതം കേരളത്തിലേക്കും കടന്നു വന്നു. സാധാരണ ജനങ്ങളെയും ഭരണാധികാരികളെയും ഒക്കെ ജൈനമതത്തിൻ്റെ ആശയങ്ങൾ ആ കാലത്ത് സ്വാധീനിച്ചിരിക്കാം. ചില ഭരണാധികാരികളൊക്കെ ജൈനമതത്തിനെ പ്രോത്സാഹിപ്പിക്കുകയുമുണ്ടായി. ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന ഒരു പേരും അതിന് സഹായകമായിട്ടുമുണ്ടാവാം. ഏതായാലും ക്രിസ്തുവർഷത്തിൻ്റെ ആരംഭ നൂറ്റാണ്ടുകളിൽ ജൈനമതത്തിന് കേരളീയ ജനങ്ങളുടെ മേൽ നല്ല സ്വാധീനമുണ്ടായിരുന്നു എന്ന് പറയാവുന്നതാണ്. കേരളം എന്ന പോലെ തന്നെ തമിഴ്നാടിൻ്റെ മേഖലകളിലും ഇത് കാണാവുന്നതാണ്. ചിലപ്പതികാരം, മണിമേഖല തുടങ്ങിയ തമിഴ് കൃതികളിലും ജൈനമത സന്യാസിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒപ്പം ചിലപ്പതികാരത്തിൻ്റെ സൃഷ്ടാവായ ഇളങ്കോ അടികൾ ജൈനമതക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള മതിലകം അക്കാലത്ത് ജൈനമതത്തിൻ്റെയും ജൈന വിജ്ഞാനത്തിൻ്റെയും ഒക്കെ കേന്ദ്രമെന്ന നിലയിൽ പ്രസിദ്ധമായിരുന്നു. ഏതായാലും മധ്യകാലഘട്ടം വരെ ജൈനമതം കേരളത്തിൽ പ്രചരിച്ചിരുന്നു എന്ന് പറയാവുന്നതാണ്. കേരളവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ശിലാലിഖിതങ്ങളും ചെപ്പേടുകളും അപൂർവമായേ കണ്ടുകിട്ടിയിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ജൈന ചരിത്രം മനസ്സിലാക്കാനായി ജൈനമതത്തിൻ്റെ അംശങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങൾ നൽകുന്ന തെളിവുകളെ ആശ്രയിക്കുക എന്നതാണ് കൂടുതലും പറ്റുന്ന ഒരു കാര്യം. കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഒപ്പം തമിഴ്നാട്ടിലെ മധുര, തിരുനെൽവേലി, സേലം, കോയമ്പത്തൂർ ജില്ലകളിലും നേരത്തെ പറഞ്ഞ ശ്രാവണബൽഗോള മേഖലയിലുമൊക്കെ ജൈനമതാവശിഷ്ടങ്ങൾ കണ്ടെത്താനാവും. മറ്റൊന്നുകൂടി പറയാൻ സാധിക്കും. അതായത് പ്രാചീന കാലത്ത് ഇവിടെ ഒട്ടേറെ ജൈന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അവയിൽ പലതും ഹിന്ദു ക്ഷേത്രങ്ങളായി തീരുകയാണ് ഉണ്ടായത്. ഇളങ്കോ അടികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മതിലകത്ത് ഒട്ടേറെ ഉപക്ഷേത്രങ്ങളോട് കൂടിയ ഒരു ജൈന ക്ഷേത്രമുണ്ടായിരുന്നു. പിന്നീട് അത് ഹിന്ദു ക്ഷേത്രമായി. AD 1400 കാലത്ത് മതിലകം ക്ഷേത്രത്തിൽ ബ്രാഹ്മണർ പ്രവേശിക്കാറില്ലായിരുന്നു എന്ന് കോക സന്ദേശത്തിൽ പറയുന്നുണ്ട്. ജൈന ക്ഷേത്രമായിരുന്നതിനാലാവാം ഇവിടെ അപ്രകാരം സംഭവിച്ചത്. ഭരതപ്രതിഷ്ഠയുള്ള കുടൽമാണിക്യം ക്ഷേത്രം ഒരു കാലത്ത് ജൈന ക്ഷേത്രമായിരുന്നെന്നും ചില പണ്ഡിതർ പറയാറുണ്ട്.
ആ ക്ഷേത്രത്തിലെ ആദ്യത്തെ പ്രതിഷ്ഠ ഭരതേശ്വരൻ എന്ന ദിഗംബര ജൈനൻ്റേതായിരുന്നു എന്നതാണ് ഇവരുടെ വാദം. ജൈനമതം ക്ഷയിച്ചപ്പോൾ കേരളീയരുടെ സമന്വയ ബുദ്ധി അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ തന്നെ എന്നാൽ ഹിന്ദുമത അനുയായികളെ പ്രീണിപ്പിച്ചുകൊണ്ടും ഭരതേശ്വര ജൈനക്ഷേത്രത്തെ ഹിന്ദു ക്ഷേത്രമാക്കി രാമാനുജനായ ഭരതന് സമർപ്പിച്ചതും ആവാം എന്ന് പറയുന്നു. മറ്റൊരു പ്രസിദ്ധമായ മേഖലയാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും 13 കിലോമീറ്റർ അകലെ മേദലമലയിലുള്ള കല്ലിൽ ഗുഹാക്ഷേത്രം എന്നത്. ഇവിടം പണ്ടൊരു ജൈന കേന്ദ്രമായിരുന്നു. പ്രധാന വാതിലിനു മുകളിൽ പാറയിൽ കൊത്തിയ മഹാവീരൻ്റെ വിഗ്രഹം കാണാം. ക്ഷേത്രത്തിൽ പാർശ്വനാഥൻ്റെയും മഹാവീര തീർത്ഥങ്കരൻ്റെയും പത്മാവതി ദേവിയുടെയും പ്രതിമകളും കാണാം. ഇന്നിത് ഭഗവതി ക്ഷേത്രമായി കരുതി ഹിന്ദുക്കൾ ആരാധിക്കുന്നു. ജൈനദേവന്മാരെയാണ് ആരാധിക്കുന്നത് എന്ന സങ്കല്പത്തിൽ ജൈനരും ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. കോയമ്പത്തൂരുമായി അടുത്തു നിൽക്കുന്ന പാലക്കാട് ജില്ലയിലും പല സ്ഥലത്തു നിന്നായി ജൈനമതാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നഗരമേഖലയിൽ തന്നെയുള്ള ജൈനിമേട് ജൈനക്ഷേത്രം എന്നത് ഇന്നും നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു ജൈന ദേവാലയമാണ്. ശിഥിലമായി പോയ ഒരു പഴയ ജൈന കേന്ദ്രത്തിന് മുകളിലാണ് ഇന്ന് കാണുന്ന ബസ്തി പണിതിരിക്കുന്നത് എന്നാണ് പൊതുവെ പറയുന്നത്. അതുപോലെ തന്നെ ആലത്തൂരിനടുത്ത് കാവശ്ശേരി മേഖലയിൽ മഹാവീരൻ്റെയും പാർശ്വനാഥൻ്റെയും ശിലാവിഗ്രഹങ്ങളൊക്കെയുള്ള തകർന്ന ഒരു പഴയ ജൈനക്ഷേത്രം 1959 കണ്ടെത്തുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് വയനാട് എന്നത്. കുടക് കർണാടക പ്രദേശങ്ങളോടും കൊങ്ങുനാടിനോടും ബന്ധപ്പെട്ട് കിടക്കുന്ന വയനാട്ടിലെ പ്രധാന ജൈന കേന്ദ്രങ്ങളിലൊന്നാണ് പനമരത്തുള്ളത്. ഒപ്പം മാനന്തവാടിയും പഴയകാലത്തെ ജൈന കേന്ദ്രം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ കന്യാകുമാരി ജില്ലയിലെ തിരുച്ചാരണത്ത് ഭഗവതി ക്ഷേത്രം ഒരു ജൈന കേന്ദ്രമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പല ദേശങ്ങളിൽ നിന്നുപോലും ഇവിടേക്ക് തീർത്ഥാടകർ എത്തിയതായി പറയുന്നുണ്ട്. അത്രമാത്രം പ്രശസ്തി ഈ ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നതായും പറയുന്നു. ആയി രാജാവായ വിക്രമാദിത്യ വരഗുണൻ ഈ ക്ഷേത്രത്തിന് പലപ്പോഴും സംഭാവനകളും നൽകിയിരുന്നു. തിരുച്ചാരണം എന്ന പേര് പോലും ജൈനമതവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. ജൈന പുരാണമനുസരിച്ച് ചാരണർ എന്നത് അത്ഭുത സിദ്ധികളും അമാനുഷിക ശക്തികളുമുള്ള മുനിമാരാണ്. അങ്ങനെയെങ്കിൽ തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ജൈന ഇടമായിരുന്നു തിരുച്ചാരണത്ത് ക്ഷേത്രം എന്ന് ഉറപ്പിക്കാം. 14-ാം നൂറ്റാണ്ടിലാണ് ഇത് ഭഗവതി ക്ഷേത്രമായി മാറിയത് എന്നും പറയുന്നു. ഒപ്പം തന്നെ നാഗർകോവിലിലെ നാഗരാജ ക്ഷേത്രം 1500കളുടെ അവസാനം വരെയും ഒരു ജൈന ദേവാലയമായി തുടർന്നിരുന്നു. വേണാട് രാജാവായിരുന്ന ഭൂതലവീര ഉദയമാർത്താണ്ഡവർമ്മ ഇവിടേക്ക് വസ്തുക്കൾ ദാനം ചെയ്തതും അതുമായി ബന്ധപ്പെട്ട എഴുത്തുകളുമൊക്കെ ഇതൊരു ജൈന കേന്ദ്രമായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ എടുത്തു കാട്ടുന്നവയുമാണ്. ഏതായാലും ഇത്തരത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി നഷ്ടമാവാതെ പോയതും രൂപം മാറിയതുമായ ഒട്ടേറെ ജൈന മത അടയാളങ്ങൾ നമുക്ക് കേരളത്തിൽ ഇന്നും കണ്ടെത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ മുന്നേ ജൈന ക്ഷേത്രങ്ങൾക്ക് കേരളീയർക്കിടയിൽ പ്രചാരമുണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം. AD 8-ാം നൂറ്റാണ്ടോടെ ശൈവ വൈഷ്ണവ മതങ്ങൾ ഈ മേഖലയിൽ ശക്തി പ്രാപിക്കാൻ ആരംഭിച്ചതോടെ കേരളത്തിൽ ജൈനമതം ക്ഷയിക്കാൻ ആരംഭിച്ചെന്ന് പറയാം. ആ ഒരു തളർച്ച 16-ാം നൂറ്റാണ്ട് വരെ തുടരുകയും അതോടെ ജൈനമതം കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയുമാണ് ഉണ്ടായത്. പഴയ കാലത്ത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലും മുസ്ലിം ദേവാലയങ്ങളിലുമെല്ലാം ജൈന വാസ്തുശില്പത്തിൻ്റെ സ്വാധീനം കാണാനാവും എന്നൊക്കെ ലോഗൻ എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നൂറ്റാണ്ടുകൾ നീണ്ട ഈ ഒരു മതത്തിൻ്റെ ഇല്ലാതാവൽ ആ മതത്തിലെ പല കാര്യങ്ങളെയും മറ്റ് മതങ്ങളിലേക്ക് ലയിപ്പിച്ചിരിക്കാം. ഒപ്പം തന്നെ ബുദ്ധമതത്തെ പോലെയൊന്നും ജൈനമതത്തിന് കേരളത്തിലൊരു നിർണായക സ്വാധീനങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ടില്ല എന്നും അനുമാനിക്കാവുന്നതാണ്.